നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇവിടെ നിന്നും നമ്മൾ രണ്ടാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പിന് പോവുകയാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ വെച്ചാണ് അസർബൈജാനിൽ പോകുന്നതിൻ്റെ ഒരു ഇൻട്രോ ഒക്കെ എടുത്തത്. ഇത്തവണ നമ്മൾ പോകുന്നത് കസാക്കിസ്ഥാനിലെ മുൻ തലസ്ഥാനമായ അൾമാട്ടിയിലേക്കാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഷാർജ വഴിയാണ് പോകുന്നത്. കണക്ഷൻ ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഷാർജയിൽ ചെന്നിട്ട് ഇതിപ്പോൾ 3:55 രാവിലെ 3:55 ഫ്ലൈറ്റിനാണ് നമ്മൾ പോകുന്നത്. എയർ അറേബ്യയുടെ അവിടെ നിന്നും 6:55 എത്തുകയും അവിടെ നിന്ന് 9:55 അൾമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത്. നല്ല തിരക്കുണ്ട്. നമ്മൾ 24 പേരടങ്ങുന്ന സംഘമാണ് നമ്മൾ ഈ അൽമാട്ടിയിലേക്ക് പോകുന്നത്. കഴിഞ്ഞ നമ്മൾ അസർബൈജാനുള്ള അംഗങ്ങളൊക്കെ തന്നെ ഇത്തവണയുള്ളത് സാറുണ്ട്. അപ്പം തന്നെ MD ഡെസ്കിൽ നിന്നുള്ള ആളുകളും ഉണ്ട്. നമ്മളിപ്പോൾ ഷാർജയിലേക്ക് പോകുന്നതിനുള്ള ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. സാറിൻ്റെ ടിക്കറ്റ് കിട്ടി. നമ്മുടെ ലഗേജും എല്ലാം ചെക്ക് ചെയ്ത് ഏകദേശം 16 കിലോളം ഉണ്ട്. എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബാഗിനകത്തുള്ളത്. ഇങ്ങനെ എൻ്റെ ടിക്കറ്റും കിട്ടി. ബാക്കിയുള്ളവരുടെ ടിക്കറ്റിന് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെല്ലാം ബോർഡിംഗ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ കാത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്നത്. S27 to your right side. Window seat, please. Thank you. Crew is here to ensure your comfort and safety throughout the flight, so please don't hesitate to let us know if you need any assistance. Thank you. ഇങ്ങനെ നമ്മൾ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നത്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുന്നു. നമ്മളിനി പോകുന്നത് ഇവിടെ നിന്നും കാണുന്ന ബസ്സിലാണ് നമ്മൾ പോകുന്നത്. എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയാണ്. നമ്മൾ വന്ന ഫ്ലൈറ്റാണിത്, എയർ അറേബ്യയുടെ. UAE ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര എയർലൈനാണ് എയർ അറേബ്യ. ഈ കാണുന്ന ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇവരുടെ പ്രധാന ഹബ്ബ്. മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, സെൻട്രൽ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലെ 22 രാജ്യങ്ങളിലേക്ക് ഇവർ സർവീസ് നടത്തുന്നു. ഇന്ത്യയിൽ നിന്നും പ്രധാനമായും
14 സ്ഥലങ്ങളിൽ നിന്നാണ് ഇവർ സർവീസ് നടത്തുന്നത്. കേരളത്തിൽ നിന്നും 3 സ്ഥലങ്ങളിൽ നിന്നും ഇവർ സർവീസ് നടത്തുന്നുണ്ട്. എയർ അറേബ്യയുടെ പ്രധാന ആസ്ഥാനം ഈ കാണുന്ന ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഷാർജയിൽ അനവധി വിമാനങ്ങൾക്ക് ഇവർ എയർ അറേബ്യ കണക്ഷൻ നൽകുന്നു എന്നതാണ് എയർ അറേബ്യയുടെ മറ്റൊരു സവിശേഷത. 2003 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ച എയർ അറേബ്യയാണ് മിഡിൽ ഈസ്റ്റിലെ ആദ്യ ചെലവ് കുറഞ്ഞ യാത്രാ വിമാന സർവീസ്. الرحلة رقم 744 والمتجهة إلى كانور. التوجه إلى البوابة رقم 1A. ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത് ഷാർജ എയർപോർട്ടിൽ നിന്നും അൽമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്. Welcome aboard. Good morning. Please, sir. Thank you very much. Не застегнутым ремнем безопасности. Напоминаем вам, что мобильные телефоны должны быть отключены. Если вы пользовались персональными электронными устройствами, пожалуйста, отключите их. В случае возникновения чрезвычайной ситуации аварийные выходы находятся в передней, средней и хвостовой части самолета. Спасибо за внимание. അൽമാട്ടി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. Enjoy your stay. Thank you. Bye-bye. നമ്മൾ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് അൽമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അൽമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ വന്നിറങ്ങിയിട്ട് ഇമിഗ്രേഷന് പോകുന്ന വഴിയിലുള്ള ഒരു മനോഹരമായ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. കാണുന്ന അൽമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു ചരിത്രം
ആദ്യകാലങ്ങളിൽ ചെറിയ സിവിൽ സൈനിക വിമാനങ്ങളുടെ ഉപയോഗത്തിനായി 1935 നിർമ്മിച്ചതാണ് ഈ കാണുന്ന വിമാനത്താവളം. 1990 വരെ ഇത് കസാഖ് സിവിൽ ഏവിയേഷൻ വകുപ്പിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് 1991 അൽമാറ്റ് വിമാനത്താവളമായി പുനഃസംഘടിപ്പിച്ചു. 93 ഇതൊരു സ്വതന്ത്ര ബിസിനസ് യൂണിറ്റായി പ്രവർത്തനം ആരംഭിക്കുകയും 94 ഇതിന് OJSC അൽമാറ്റി വിമാനത്താവളമായി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് JSC അൽമാറ്റി അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. 98 ഒരു റൺവേ പുനർനിർമ്മാണത്തിനെ തുടർന്ന് അൽമാട്ടി വിമാനത്താവളത്തിന് Cat 2 സർട്ടിഫിക്കറ്റും ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പദവിയും ലഭിച്ചു. 2004 ഒരു പുതിയ ടെർമിനലിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 2008 സെപ്റ്റംബർ 30 രണ്ടാമത്തെ റൺവേയും ഇവർ തുറന്നു. നമ്മൾ നമ്മുടെ ലഗേജ് എടുക്കാനായിട്ട് പോവുകയാണ്. എമിഗ്രേഷൻ കഴിഞ്ഞു. അവിടുന്ന് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു 1 GB സിമ്മൊക്കെ തരുന്നുണ്ട്. എടുത്താ നിങ്ങളുടെ ആദ്യം എടുത്ത് പരിശോധനയ്ക്ക് ശേഷം ഇങ്ങനെ ബാഗുകളിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുകയാണ്. അൽമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ടിന് ഫ്രണ്ടിലത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മൾ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന ബസ്സാണിത്.
എയർപോർട്ടിൽ നിന്നും ഹോട്ടലിലെത്തിയിരിക്കുന്നത്. നമ്മൾ 2 ഹോട്ടലിലാണ് താമസിക്കുന്നത്. ആദ്യത്തെ ദിവസം ഹോളിഡേ ഇൻ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമുക്ക് അങ്ങോട്ട് കയറാം. നമ്മൾ ആദ്യത്തെ ദിവസം താമസിക്കുന്ന ഹോട്ടലാണ് ഹോളിഡേ ഇന്ന്. ബാക്കിയുള്ള 3 ദിവസങ്ങളും റമദയിലാണ് നമ്മൾ താമസിക്കുന്നത്. റമദയിൽ 4 ദിവസത്തേക്കുള്ളൊരു ബുക്കിംഗ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹോട്ടൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ നമ്മൾ ഹോട്ടൽ ചെക്കിങ് ആയി റൂമിലേക്ക് പോവാം. സുമേഷ് വായ എടുത്തില്ല, വായ എടുക്കാനായിട്ട് പോട്ടെ. അവിടെ പ്രസ് ചെയ്താൽ മണ്ടയ്ക്കൊന്ന് വരച്ചാൽ മതി. മണ്ടയ്ക്കൊന്ന് വരച്ചാൽ മതി. പൊയ്ക്കോ പൊയ്ക്കോ കേട്ടോ.